അസ്സലാമലൈക്കും. അപ്പോൾ എന്തെല്ലാവരും വർത്താനം? സുഖമില്ല? എനിക്കും സുഖമായിട്ടോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ ആട്ടോ. നമ്മൾ എന്നും പറയുന്ന മാതിരി നമ്മൾ ഓരോ വീഡിയോ സ്പെഷ്യൽ ആട്ടോ. കാരണം ഇന്നുള്ള മാത്രമല്ല നാളെയുള്ള മാത്രമല്ല മറ്റന്ന്. അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഓരോ സ്പെഷ്യലല്ലേ, ഓരോ ദിവസം ഓരോ ഓർമ്മകളും ഓരോ അനുഭവങ്ങളും ഓരോ ചിലപ്പോൾ സങ്കടമാവും, ചിലപ്പോൾ സന്തോഷമാവും. എന്നാൽ മതി കേട്ടോ. എനിക്ക് ഈ ദിവസം സന്തോഷമുള്ള ദിവസം തന്നെയാണ് കേട്ടോ. കാരണം എല്ലാ ഞായറാഴ്ചയും എവിടേക്കെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങാൻ പോകും കേട്ടോ. ഇവിടെ തിരൂരാകുമ്പോൾ കാരണം ലാലുവിന് ഞായറാഴ്ചയായിട്ടേ ലീവുള്ളൂ. അപ്പോൾ ആ വെള്ളിയാഴ്ച ആകുമ്പോൾ ലാലു ഇങ്ങനെ പറച്ചിലോട്ട് അവിടേക്കോ ഇവിടേക്കോ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ എവിടേക്കും ഇല്ല പറഞ്ഞിട്ട്. കാരണം ഈ ആഴ്ച എനിക്ക് പെരയിലിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എവിടേക്കും പോകണില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ട് പണികളൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കൂട്ടാനൊക്കെ കഴിക്കുന്നുണ്ടാകും. പിന്നെ ഉണ്ട് രാവിലെ തന്നെ അനിയന്മാർ വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ എവിടേക്കെങ്കിലും പോകുന്നുണ്ട് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ത് ചോദിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പോരിയാണ് കേട്ടോ. അപ്പോൾ ഓൽക്കും എവിടേക്കെങ്കിലൊക്കെ കറങ്ങാൻ പോകണം. കാരണം ഇവിടെ പെരയിലിരിക്കണവർക്ക് ഭയങ്കര ബോറടിയാണ്. ഇവിടെ കുട്ടികളും മക്കളൊന്നും ഇല്ലാത്ത കാരണം ഓൽക്ക് ഇവിടെ വരുമ്പോൾ എന്തോ മധുരമായിട്ട് പോലെ ഉറക്കം വരുന്നേറിയിട്ടാ. കാരണം ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കണില്ലല്ലോ. മറ്റേത് നമ്മളെ പേരാകുമ്പോൾ നമ്മൾ ഭയങ്കര ഒച്ചപ്പാടൊക്കെ ആയിട്ട് കളിയും ചിറക്കെ ആയിട്ട് അങ്ങനെ പോകും. നമ്മൾ വേറൊരു പെരയിൽ പോയാൽ നമ്മൾ ഭയങ്കര ഡീസൻ്റ് അല്ലേ. കാരണം ഇപ്പോൾ പെങ്ങളെ കെട്ടിച്ച പെരയാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ ആ പെരയിൽ പോകുമ്പോൾ അവിടെ ആ പെരക്കാരുണ്ടാകുമ്പോൾ ഓർക്ക് ഭയങ്കര ഇതല്ലേ. കാരണം ഓല് ഭയങ്കര സൈലൻ്റ് ആക്കണം. അല്ലെങ്കിൽ ഒരു മേലെ ഉണ്ടാവും, അല്ലെങ്കിൽ താഴെ കൊലയും ഇരിക്കും, അല്ലെങ്കിൽ ഇവിടെ റൂമിൽ വന്നിരിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഓർക്ക് ഭയങ്കര ബോറടി. കാരണം മുത്തുമോനിക്ക് പണിയില്ല. അപ്പോൾ ഒരു ഞായറാഴ്ച ലീവ് കിട്ടിയപ്പോൾ ഓനായിരുന്നു നമുക്ക് തിരൂർക്ക് പോകാറ്. ഇനിയിപ്പോൾ എടുക്കും പോകണില്ലേലും നമുക്ക് പോയിട്ട് ഉച്ചക്കൊക്കെ 3 മണി ആ ടൈമിൽ ബസ്സുണ്ട് അത്ര. ആ ബസ്സിന് തിരിച്ച് ബാങ്കനെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് രണ്ടാളും കൂടി പോരാൻ വേണ്ടി ഒരുങ്ങിയ കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ പാവം തോന്നിട്ടോ. അപ്പോൾ ലാലു പറഞ്ഞാൽ നമുക്ക് കോഴിക്കോട്ട് പോകാറ് കേട്ടോ. മുത്തുമോനാട്ടാ പറഞ്ഞത്. കാരണം ഇത് കുറേ അയക്കണം കേട്ടോ പറയുന്നത്. കോഴിക്കോട്ടേക്ക് ട്രെയിനിൽ പോകണം, കോഴിക്കോട്ടേക്ക് ട്രെയിനിൽ പോകണമെന്ന്. അപ്പോൾ മുത്തുമോൻ വിളിച്ചിട്ടായിരുന്നു ഞങ്ങൾ എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ ചോദിച്ചില്ലായിരുന്നു. എന്നാൽ ഞങ്ങളാണ്ട് വരുന്നുണ്ട്, നമുക്കെന്നാൽ കോഴിക്കോട്ടേക്ക് ട്രെയിനിൽ പോകില്ല ചോദിച്ചു. അപ്പോൾ ലാലു ആ കേട്ടപ്പോൾ ലാലു പറഞ്ഞാൽ പോവാറുണ്ട്. കാരണം ഇത് കുറേ അയക്കണം പറിച്ചില്ല, അത് ലാലുവിന് പറയാം. അപ്പോൾ പിന്നെ ഞോലൊന്ന് ബോറടിപ്പിച്ചണ്ടല്ലോ വെച്ചിട്ട് ലാലു പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കോഴിക്കോട്ടേക്ക് പോകാറുണ്ട് കേട്ടോ. യാതൊരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഈ ആഴ്ച എവിടേക്ക് പോകണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പോലും കരുതിയാൽ കേട്ടോ. പോണ പോക്കൊക്കെ ഞാൻ മുടക്കിയത് എന്നിട്ട് പെരയിലിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ എന്തായാലും ഓലേതായാലും പൂതി വെച്ചല്ലേ വെച്ചിട്ട് ഞാൻ പോകാൻ വേണ്ടി ഒരുങ്ങിട്ടോ. ഇപ്പം പിന്നെ എന്തായാലും എൻ്റെ അമ്മ ഇല്ല കേട്ടോ. കാരണം ഉമ്മാക്ക് തലവേദനയാണ്. അപ്പം ഉമ്മ ആദ്യം തന്നെ ഉമ്മ പോരുന്നില്ല പറഞ്ഞു. ഉമ്മ ഉണ്ടെങ്കിൽ ഇവിടെ തിരുവനന്തപുരം പോരണ വെച്ചിട്ടേനു കേട്ടോ. കാരണം ഉമ്മ പോരാത്ത ഒന്നാമത് എന്താ വെച്ചാൽ ബസ്സിലാകുമ്പോൾ ഭയങ്കര ഇടങ്ങേറാണ്. കാരണം പാങ്ങുന്ന ബസ്സിന് വന്നിട്ട്, അതായത് പാങ്ങുന്ന ഭാഗ്യം ഉണ്ടെങ്കിൽ നേരിട്ട് പുത്തനത്താണിക്കൊക്കെ ബസ് കിട്ടും. അല്ലെങ്കിൽ പിന്നെ കാടാമ്പുഴക്ക് കയറിയിട്ട് കാടാമ്പുഴയിൽ നിന്ന് പുത്തനത്താണിക്ക് കയറിയിട്ട് പുത്തനത്താണിക്ക് നിന്ന് തിരൂർക്ക് ബസ് കയറിയിട്ട് തിരൂരിൽ നിന്ന് പിന്നെ ട്രെയിനിൽ പോയിട്ട് തിരിച്ച് അതേമാതിരി 3 ബസ് കയറി ഇറങ്ങണ്ടേ. പിന്നെ അതല്ല വൈകുന്നേരം ബസ് അങ്ങനെ പാങ്ങുമ്പോൾ അല്ലാതെ ബസ് ഉണ്ടാവില്ല. ഞാൻ അതൊക്കെ കൂടി ആലോചിച്ചിട്ട് ഉമ്മ ആദ്യം തന്നെ പറഞ്ഞാൽ ഇല്ല പറഞ്ഞിട്ട്. കാരണം വണ്ടിക്കൊക്കെ ആകുമ്പോൾ നല്ല സുഖം. നമ്മൾ വണ്ടിയിലാകുമ്പോൾ പോയി വരാനൊക്കെ നല്ല സുഖം. ഇപ്പോൾ വണ്ടിയിൽ തന്നെ ആയാൽ തന്നെ പെരയ്ക്ക് എത്തുമ്പോൾ ഉമ്മാക്ക് തലവേദന ഉണ്ട് കൂട്ടാ. ഉമ്മാക്ക് പുറത്തിറങ്ങിയാൽ ഉമ്മാക്ക് തലവേദനയാണ്. അപ്പോൾ അത് കാരണം ഉമ്മ മുൻകൂട്ടിയിട്ട് പറഞ്ഞു, 3 ഇടങ്ങാറായിട്ടൊന്നും ഇല്ല കേട്ടോ. ഇവിടെ പെരയ്ക്കൊക്കെ ആണെങ്കിൽ അമ്മ പോന്നിരുന്നു. പക്ഷെ ഇവിടുന്ന് നമ്മൾ യാത്ര ചെയ്യണം പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞില്ല. ഉമ്മ ഇല്ലാത്ത കാരണം തിരുവനന്തപുരത്ത് ഉമ്മ പറഞ്ഞാൽ ഞാനും ഇല്ല പറഞ്ഞു. ഉമ്മാനെ എളിയമാൾക്ക് ആക്കി കൊടുക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ ലാലും ഉമ്മാനെ എളിയമാൾക്ക് കൊണ്ടാക്കി കൊടുക്കാനുള്ള ഇതാട്ടോ. അപ്പം ഉമ്മാൻ്റെ കുളി മാറ്റലൊക്കെ ആദ്യം തന്നെ കഴിഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ലാലു കുളിച്ച് മാറ്റിയിട്ട് പോകാൻ ഒരുങ്ങും കേട്ടോ. അപ്പോഴാണ് ഞാനത് അടിച്ചായിരിക്കുന്നത്. നേരെ 10:30 ആയി തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോഴാണ് ഞാൻ അടിച്ചായിരിക്കണം. അപ്പോൾ ലാലു എന്നെ ചീത്ത അറിയുന്നുണ്ട്. കാരണം 11:30ക്കാണ് ട്രെയിനും, ഞാൻ അടിച്ചായിരിക്കുന്നത് 10:30 ആയി തുടങ്ങിയിരിക്കണം. അപ്പം ഇതാണല്ലോ പുതിയ ഡ്രസ്സ് കിട്ടുക. അപ്പോൾ എന്നോട് ലാലു പറയുന്നത്, എനിക്ക് ഇടാനില്ലാത്ത മാതിരി ആ പൈസലീവ് ഏതെങ്കിലും ഇട്ടാൽ അതെല്ലാം ഇടാൻ സുഖം എന്നൊക്കെ പറഞ്ഞിട്ട്. ആരെന്ത് പറഞ്ഞിട്ടും എനിക്ക് വലിയ മൈൻഡൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടും ഒരൊറ്റ ക്യാൻസലായിരുന്നു. എന്നിട്ട് പിന്നെ രണ്ടാമത് ഓർഡർ ചെയ്തിട്ട് കൈക്ക് കിട്ടിയ കേട്ടോ. കിട്ടിയിട്ട് കുറച്ച് ദിവസമായി, ഇടാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതല്ല നല്ല ചാൻസ് വെച്ചിട്ട് ഞാൻ മെനക്കെട്ടിരുന്ന് അടിച്ചായിരുന്നു. അപ്പോൾ ആദ്യം അടിച്ചായിരുന്നപ്പോൾ സൂചി പൊട്ടിയിരുന്നു. അപ്പോൾ ഉമ്മ അതേമാതിരി ഒന്നാൾ മെഷീൻ മരുന്ന് അടിച്ചിട്ട് സൂചി പൊട്ടിയിട്ട് ഉമ്മ അവിടെ ഇട്ട് പോയതാണ്. ഞാനതറിയില്ല. മെഷീൻ വന്നിരുന്നപ്പോൾ സൂചി പൊട്ടിയിരുന്നു. ഞാൻ സൂചി മാറ്റിയിട്ട് വേറെ സൂചി ഇട്ട് പിന്നെ അടിച്ചാൻ വേണ്ടി ഇരുന്നപ്പോൾ അത് നൂല് പൊട്ടും. പിന്നെയും നൂല് കോർത്ത് പിന്നെ അടിച്ചായിരിക്കും, പിന്നെയും നൂല് പൊട്ടും. അങ്ങനെ മെഷീനിട്ട് ഇങ്ങനെ കളിപ്പിച്ച് എന്നിട്ട് പിരാന്ത് വരിക. പിന്നെ നമ്മളെ കാര്യമല്ലേ, പിന്നെ പൂതി വെച്ചാൽ നടത്തന്നെ വേണ്ടേ. കാരണം എനിക്ക് തീരെ സമാധാനം ഉണ്ടാവില്ല കേട്ടോ. എന്തെങ്കിലും സാധനം കൈക്ക് കിട്ടിയാൽ, അത് പ്രത്യേകിച്ച് ഡ്രസ്സൊക്കെ കേട്ടോ കിട്ടിയാൽ ഇങ്ങനെ എടുത്ത് നോക്കും, അല്ലെങ്കിൽ ഇട്ട് നോക്കും. അപ്പോൾ എൻ്റെ ഉമ്മ എന്നെ ചീത്ത അറിയിട്ടാണ്. അത് എവിടേക്കെങ്കിലും ഒരു വഴിക്ക് പോകാൻ ഇടാനാവുമ്പോൾ പഴയതാവും എന്നറിയട്ടെ. കാരണം എന്താ വെച്ചാൽ എനിക്ക് നടക്കുന്ന നിലക്കൊക്കെ ഇത് എടുത്ത് നോക്കലും ഇട്ടോക്കലും ഇതൊക്കെ തന്നെ ഇട്ടപ്പെടും. അപ്പോൾ ഇത് നല്ല ചാൻസ് അല്ലേ വെച്ചിട്ട് ഞാൻ നേരത്തെ ഇരുന്ന് അടിച്ചിട്ട്. ഇനിയിപ്പോൾ ഒന്നും അല്ലെങ്കിൽ കേടെന്നാൽ, അതായത് നമ്മൾ അടിച്ച് കൊള്ളായാൽ വേഗം അൽമാറിക്കൊക്കെ പാങ്ങ് പോകുമ്പോൾ ഉമ്മാനെ കൊണ്ട് അടിപ്പിച്ചാലാന്നൊക്കെ കരുതിയിട്ടാണ്. കാരണം അധികം ഞാൻ അങ്ങനെ തന്നെ ഇട്ടാൽ കാട്ടുക. ഇതേമാതിരി അടിച്ചിട്ട് ഒന്നൊക്കെ ടൈറ്റ് ആവുക, അല്ലെങ്കിൽ ഇതേമാതിരി കുറേ പണിയുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് വെച്ചിട്ട് അടിച്ചു കിട്ടാം.
എന്നിട്ട് പിന്നെ ശരിയായിട്ടില്ല തോന്നി വേഗം അൽമാരയ്ക്ക് മടക്കി എടുത്തേക്കും. എന്നിട്ട് വാങ്ങ പോകുമ്പോൾ ഒന്നായിട്ട് കവറിലാക്കിയിട്ട് സഞ്ചിയാക്കി കൊണ്ടുപോകും. എന്നിട്ട് ഉമ്മാനെ കൊണ്ടിരുന്ന് അടുപ്പിച്ചേട്ടാ ചെയ്യുക. അപ്പം ഉമ്മ അങ്ങനെ ചീത്ത അറിയട്ടെ, കാരണം ഞാൻ കുറേ അടിച്ച് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ തുന്നേച്ച കുറേ പണിയല്ലേ. പിന്നെ എൻ്റെ ഈ ബാക്കിൽ എന്താ തോരട്ടിക്കുന്നത് വെച്ചാൽ, ഇപ്പം ഈ മഴക്കായ കാരണം എത്ര തിരുമ്പിയിട്ടിട്ടും കാര്യമില്ല. കാരണം നമ്മൾ എന്ന് തിരുമ്പണ കാരണം ഉണങ്ങി കിട്ടൂല. മഴ ആയ കാരണം വെയിലൊന്നും ഇല്ലല്ലോ. പിന്നെ കാറ്റത്ത് ഇങ്ങനെ ഒന്ന് വെള്ളം ഇരുന്ന് കിട്ടിയാൽ ഭാഗ്യം. പിന്നെ മെഷീനിൽ ഇട്ടിട്ട് ചിലപ്പോഴെങ്കിലും ആയിട്ട് മെഷീനിൽ ഇട്ടുള്ളൂ. തോനെ ഉണ്ടാകുമ്പോൾ മെഷീനിൽ ഇടലുള്ളൂ. ഇട്ടാൽ പിന്നെ സുഖമാണ്, ഓട്ടോമാറ്റിക് ആയ കാരണം വേഗം ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ ഫുള്ളും ഉണങ്ങുന്നില്ല, എന്നാലും ഒന്ന് കാറ്റ് കൊള്ളിച്ചണല്ലോ. പിന്നെ അത് കല്ലുമ്മട്ട് തിരുമ്പിയ കാരണം ഉണങ്ങി കിട്ടാനും പണിയേക്കാരം. അപ്പോൾ ഞാൻ പുറത്ത് ഇങ്ങനെ ഷീറ്റുണ്ട്, അവിടെ തോരട്ടിട്ട് പിന്നെ വെള്ളം ഇല്ലതിന് ശേഷം റൂമിൽ കൊടുന്ന് തോരയിടലാട്ടോ. മറ്റേ ഷീറ്റിൻ്റെ ഇട്ട് ഇങ്ങനെ അട്ടിക്കട്ടിക്കിട്ടിട്ട് കാര്യമില്ല, എന്ന് തിരുമ്പണ കാരണം പിന്നെ ഇടാൻ ഡ്രസ്സ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വെള്ളം ഇരുന്നാൽ ആ റൂം ഉപയോഗിക്കാത്ത അവിടെ കൊടുന്ന് ഇങ്ങനെ തോരയിടും. അങ്ങനെ ആകുമ്പോൾ ഡ്രസ്സ് വേഗം ഉണങ്ങി കിട്ടുകയും ചെയ്യും. പിന്നെ എന്തായാലും അടിയൊക്കെ കഴിഞ്ഞു, ഉമ്മാനെ കൊണ്ട് അടുപ്പിച്ചുള്ള ഗ്യാപ്പൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ശരിയായിരുന്നിട്ട് നേരം 11 മണി ആവാനായിക്കണം കേട്ടോ. അതിൻ്റെ കഴിഞ്ഞപ്പോൾ തന്നെ നേരെ 11:30ക്കാണ് ട്രെയിന്. അപ്പോൾ 11 മണി ആവാനും ചെയ്ത്. ലാലും ഇങ്ങോട്ടാണ് 11 മണി ആകുമ്പോൾ ഞാൻ ഒരു വേഗം മാറ്റുന്നുണ്ട്. 11 മണിയായിട്ട് ആളൊരു അഡ്രസ്സൊന്നും ഇല്ല കേട്ടോ. നേരെ 10:15 പെരേന്ന് കേൾക്കണം. ഞാനിങ്ങനെ വിചാരിച്ചു എന്താ ഇത് വരാത്തത്. പിന്നെ ലാലു വേഗം സ്പീഡിലൊന്നും പോകില്ല കേട്ടോ. ലാലു ഇങ്ങനെ വലിയ സ്പീഡില്ലാതെ അങ്ങനെ കേട്ടോ പോവുക. അപ്പോൾ ലാലുവിൻ്റെ വേഗം വിടാൻ പറയുമ്പോൾ ഞാനത് പറയിച്ചാൽ എന്ന് മാത്രം കഴിഞ്ഞാൽ പോരാ, നാളെയും ജീവിക്കണം എന്നുണ്ടെങ്കിൽ അന്ന് കണ്ടറിഞ്ഞ് നല്ലപോലെ നോക്കിയും കൊണ്ട് പോകണം എന്നറിയിട്ടാ. അപ്പോൾ അതൊരു കണക്കിന് ശരിയാണ്. നമ്മൾ ഒരു നേരത്തെ സ്പീഡ് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. പിന്നൊക്കെ നമ്മളെ കഷ്ടകാലം വരുന്നത് എങ്ങനെ എന്തായതൊന്നും നമുക്കറിയില്ലല്ലോ. ഇനിയിപ്പോൾ നമ്മൾ എത്ര പേടിച്ചിറക്കി പെരയിലിരുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വരാണ്ട് എന്തായാലും വൈക്കത്തങ്ങൂല. അതിലോറ് വിളിച്ചിട്ടാണെങ്കിൽ നമ്മളടുത്തേക്ക് വരുന്ന ചെയ്തിട്ടാ. പക്ഷെ എനിക്കൊരു പേടിയുണ്ട് കേട്ടോ. അവരിപ്പോൾ 11 മണിക്ക് വരുന്നുണ്ട്. 11 മണിയായിട്ടില്ല, ആളുകളെ കാണാനില്ല. 11:30ക്ക് ട്രെയിനൊന്നും പറഞ്ഞു. എൻ്റെ മാറ്റലൊക്കെ കഴിഞ്ഞിട്ട് വീടൊന്നും കാണില്ല. പിന്നെ ഞാൻ കരുതി എന്തായാലും ഇനിയിപ്പോൾ മാറ്റലൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വിളിച്ച് നോക്കാൻ കരുതി. പിന്നെ അതല്ല, ലാലുവിനെ വിളിച്ചിട്ട് കാര്യമില്ല. ലാലു വണ്ടിയിൽ പോലെ ഫോൺ തന്നെ എടുക്കില്ല കേട്ടോ. ഒന്നങ്ങനെ ടിക്കറ്റിട്ടുണ്ടാവും, അല്ലെങ്കിൽ മുന്നിട്ടുണ്ടാവും ഫോൺ എടുക്കില്ല. വണ്ടി ഓടിച്ചുമ്പോൾ ഫോണൊന്നും എടുക്കില്ല. പിന്നെ നിൽക്കാതെ തൊഴിലും കൊടുത്ത് വിളിച്ചുമ്പോഴായിട്ട് ലാലു ഫോൺ എടുക്കുള്ളൂ. അങ്ങനെ എന്തായാലും പിന്നെ ഞാൻ മുണ്ടൊക്കെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികം മുണ്ട് ചുറ്റിയിട്ടല്ല തന്നെ കേട്ടോ. എനിക്കിഷ്ടം മുണ്ട് ചുറ്റിയിട്ടാണ് കേട്ടോ. കാരണം ചുറ്റിയിട്ടാൽ ആ വൃത്തിക്ക് അവിടെ നിന്നോളും. മറ്റേത് ഇങ്ങനെ മുടി പാറിയിട്ടൊക്കെ ആയിക്കോട്ടെ. പ്രത്യേകിച്ച് എൻ്റെ മുടി ചുരുള മുടിയാണ്, പറയണ്ടല്ലോ. ആകെ പറിക്കളിച്ചുകൊണ്ടേക്കാരം കേട്ടോ. അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ മുണ്ടൊക്കെ ചുറ്റി ഇങ്ങനെ സെറ്റ് ചെയ്ത് നിൽക്കട്ടെ. ഏതായാലും ആരും വിളിച്ചിട്ടില്ലല്ലോ. ആ ഒരു സമാധാനത്തിൽ ഇങ്ങനെ ആക്കത്തിന് ഒരുങ്ങുക കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സ് ബാക്കിൽ കെട്ടാൻ കഴിയുന്നില്ല. ലാലു വരികയാണെങ്കിൽ അങ്ങനെ ലാലുവിനെ കൊണ്ട് കെട്ടിച്ചതായിരുന്നു. കാരണം നമുക്ക് ബാഗൊക്കെ നമ്മളെ കയ്യെത്തില്ലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടിട്ടാ. പിന്നെ ലാലുവിനെ കാത്തു നിന്നിട്ട് കാര്യമില്ല. പിന്നെ ഡ്രസ്സിൻ്റെ ബാഗത്തെ കയറിട്ടാൻ മറക്കി വെച്ചിട്ട് ഞാൻ തന്നെ വെയ്ക്കണ മാതിരി ഒപ്പിച്ച് കെട്ടിയിട്ടാ. പിന്നെ അങ്ങനെ ആ കൗത്തിൻ്റെ ഭാഗത്തൊരു കെട്ടുണ്ട്, പിന്നെ നമ്മളെ ഊരൻ്റെ അവിടെ ഡ്രസ്സിൻ്റെ ഒരു കെട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഇതിൻ്റെ കൗത്തൊക്കെ. കാരണം ബാക്കിൽ ഇങ്ങനെ ത്രികോണമായിട്ട് മുന്നിൽ വി കൗത്താട്ടോ. നല്ല രസമുണ്ട് കേട്ടോ സംഭവം, കുഴപ്പമൊന്നുമില്ല. ഇത് മീഷോന്ന് കഴിഞ്ഞു കേട്ടോ. 200 ചില്ലറ എന്തോ ഉണ്ട് കേട്ടോ ടോപ്പിന്. അപ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ. കോട്ടൺ ആട്ടോ, സീല. അതല്ല കോട്ടൺ വെച്ചാൽ ഒരു കട്ടിലായിട്ടും ഒരു സീല, കുഴപ്പമില്ല അങ്ങനെ. പിന്നെ എന്തായാലും ടൈം ഉണ്ടല്ലോ. അപ്പോൾ കിട്ടിയത് അയച്ചിട്ട് പിന്നെയും കെട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കിട്ടിയതും നേരമില്ല വെച്ചിട്ട് ഒരു ചടപ്പടായതിനൊരു കെട്ട് കെട്ടിയതായിരുന്നു. പിന്നെ എന്തായാലും ടൈം ഉണ്ടല്ലോ, ലാലു വിളിച്ചതൊന്നും കണ്ടില്ല. അപ്പോൾ പിന്നെ അതൊക്കെ കെട്ടി ശരിയാക്കി. പിന്നെ കണ്ണാടൻ്റെ മുന്നിൽ നിന്നിട്ടുള്ള കുറച്ച് കിടക്കെ കാട്ടി നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്തായതാണ്. മാറ്റി കഴിഞ്ഞാൽ പിന്നെ സമാധാനം ഉണ്ടാവില്ലല്ലോ. പിന്നെ ഈ ഡ്രസ്സാണ് ഫുൾ കൈയാട്ടോ. എന്നിട്ട് ഇങ്ങനെ കൈൻ്റെ അവിടെ അലാസ്റ്റിക്കാണ്. അപ്പോൾ എനിക്കത് അങ്ങനെ ഇടാൻ എന്തോ മടി. നമ്മൾ നിസ്കാര കുപ്പായം മാറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ കൈ കയറ്റിച്ചിരിക്കുന്നത് കേട്ടോ, മുക്കാൽ കൈ ആക്കിയിരിക്കുന്നത്. ഞാൻ ലാലുവിനെ കാണാനായിട്ട് ഞാൻ റോട്ടിലൊക്കെ ഇറങ്ങി. 11:15 11:30 ആയിട്ട് ലാലുവിനെ കാണാനില്ല കേട്ടോ. അങ്ങനെ പെരൻ്റെ അവിടുന്ന് ഇങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങി വന്നു. അതായത് ആദ്യം ഞാനാ കാണിച്ചില്ല, അതാണ് പെരയ്ക്കുള്ളത്. അവിടുന്ന് നേരിട്ട് റോട്ടിലേക്ക് ഇറങ്ങിയിട്ടും കാണാനില്ല. നടന്ന് 3 കൂടിയെടുത്ത് എത്തിയിട്ടാ. പിന്നെ ഞാൻ ആ കൺഫ്യൂഷനായി. കാരണം ലാലു കൂടെ വരികയെന്നറിയില്ല. കാരണം പെരൻ്റെ ചുറ്റാമ്പുറം റോഡാണ്, നാളൊരു റോഡാട്ടാ. അപ്പോൾ എങ്ങനെ വരികയെന്ന് യാതൊരു ഐഡിയ ഇല്ല. പിന്നെ ഇങ്ങനെ റോട്ടിൽ നടക്കുക കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് ഇനി ഏതെങ്കിലും തലക്കൂടെ വന്നാലോ വെച്ചിട്ട് പിന്നെ വരണമൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ ആ താഴെ റോട്ടിലുണ്ട് ഇറങ്ങിയിട്ടാ. ഏത് റോട്ടിൽ കൂടെ പോയാലും തിരൂർക്ക് എത്തും സംഭവം. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും താഴെ റോട്ടിൽ കൂടിയിലേക്കാരം ലാലു വരിക വെച്ചിട്ടും ഞാനങ്ങനെ ഇറങ്ങി ലാസ്റ്റ് തിരൂർക്ക് എത്താനായിരിക്കും. അങ്ങാടിക്ക് എത്താൻ കുറച്ചും കൂടെ ഉള്ളൂ. പിന്നെ റോട്ടുമാകെ ചടുപ്പിൽ വെള്ളക്കളി കേട്ടോ. പിന്നെ വെള്ളം തെളിവെള്ളമാണ് കാണാൻ, പക്ഷെ മണമുണ്ട് കേട്ടോ വെള്ളത്തിന്. കാരണം ഈ റോട്ടിൻ്റെ അരികെ കൂടിയുള്ള ആ ചാലത്തെ വെള്ളം കേട്ടോ. ഈ വെള്ളം ഒഴിച്ചിട്ട് ആ ചാലക്ക് പോകണ കാരണം ഭയങ്കര ഒരുമാതിരി മണം. അപ്പോൾ ഒരു അറപ്പും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പോകാൻ നിവർത്തില്ലല്ലോ.
പിന്നെ എന്തായാലും കുറച്ചങ്ങട് നടന്നപ്പോൾ ഉണ്ട് ലാലു ബാക്കിൽ കൂടി വരുന്നത്. പെരൻ്റെ കൂടെ ലാലു എന്നെ തിരഞ്ഞു നിൽക്കണം. അപ്പം ഞാൻ ഈ റോട്ടിലേക്ക് എത്തിക്കണല്ലോ, തിരൂർക്ക് എത്താനായും ചെയ്തു. പിന്നെ ലാലു എൻ്റെ അടുത്ത് കണ്ട് വന്നിരിക്കുന്നു കേട്ടോ. ഞാൻ നടന്നാൽ എത്തുന്നിടത്തോളം എത്തിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ നടന്നു പോകുന്നത്. കാരണം ഇനി അത്രയും ടൈം വെറുതെ കളയണ്ടല്ലോ. നേരെ 11:30 കഴിഞ്ഞിരിക്കണം കേട്ടോ. ലാലു എൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ 11:30 ട്രെയിന് പോകാനാണ് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു, ഇനി കിട്ടില്ലെന്നൊന്നും അറിയില്ല വെച്ചിട്ട് വേഗം പോകട്ടെ. അതായിട്ട് പിന്നെ തിരൂർ മാർക്കറ്റും ഇത് പിന്നെ നമ്മളെ കോഴിക്കോട് മുട്ടായി തെരുവിൽ മാതിരിയായിട്ട് ഈ മാർക്കറ്റ് വെള്ളിയാഴ്ചയൊക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ. പിന്നെ വെള്ളിയാഴ്ച നല്ല പൊതുവെ ഇവിടെ നല്ല തിരക്കുണ്ടാവും. വെള്ളിയാഴ്ച പ്രത്യേകിച്ച് നല്ല തിരക്കാവും കേട്ടോ. അങ്ങനെ വെള്ളിയാഴ്ച മാർക്കറ്റായ കാരണം എൻ്റെ ഉപ്പയൊക്കെ പണ്ട് കല്യാണത്തിന് മുന്നൊക്കെ അങ്ങോട്ടായിരുന്നു കേട്ടോ ഫോൺ ശരിയാക്കാനും ഇങ്ങോട്ടൊക്കെ സാധനത്തിനൊക്കെ വന്നിരുന്നു കേട്ടോ. പക്ഷെ അന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കാന്നല്ലാതെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ വില ഇല്ലാതെ എന്നും കാണുന്ന സ്ഥലമാണ്. അതെന്തായാലും ഞങ്ങൾ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പോഴൊക്കെ ഒരു ട്രെയിന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ പോയി ചോദിച്ചറിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഒരു 11:45 12 മണിക്കുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ സമാധാനമായി, ടൈം ഉണ്ടല്ല, എന്തായാലും 10 മിനിറ്റ് ഇനിയും ഉണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ ഗൂഗിൾ പേ ചെയ്തിട്ടില്ല. അപ്പോൾ അയാളെ ഫോണിൽ സ്കാൻ ചെയ്തിട്ട് പൈസ അയച്ചെടുത്തു. പിന്നെ എന്തായാലും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണ്. പിന്നെ എൻ്റെ മുത്തുമോനും ഇതും എങ്ങനെ വന്നിട്ടുള്ള വെച്ചാൽ ഓല് നേരിട്ട് പാങ്ങുന്ന ബസ്സിന് അങ്ങനെ വന്നിട്ട് കാടാമ്പഴിക്ക് വന്നിട്ട് കാടാമ്പഴിന്ന് പുത്തനാണിക്കൊക്കെ കയറിയിട്ട് പുത്തനാണിക്ക് തിരു ബസ് കയറിയിട്ട് ഓള് നേരെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ഓളോട് പറഞ്ഞു ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കാണ്ട് നിങ്ങൾ ഇങ്ങോട്ടേറ്റ് പോയിക്കൊണ്ട്, കാരണം ഇനി ഞങ്ങൾ വരാൻ വൈകിയാലും ഞങ്ങളുടെ എത്തുമ്പോൾക്ക് അതായത് ട്രെയിൻ എത്തുമ്പോൾക്ക് ഞങ്ങൾ എങ്ങനെയൊക്കെ എത്തിക്കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് വരും. മറ്റേ ഓല സ്റ്റേഷനായിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി അപ്പോഴൊക്കെ ഒരു നേരമാവും. അപ്പോൾ ഓല് നേരിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കണം കേട്ടോ. ഞങ്ങളായിട്ട് വരാൻ വൈകിയത്. ഓല് വന്ന് 15 മിനിറ്റ് അതിൻ്റെ ശേഷമായിട്ടാണ് ഞങ്ങൾ എത്തിക്കുന്നത്. എന്താ വെച്ചാൽ ലാലുമാരെ കൊണ്ടാക്കി വരാൻ വൈകിക്കും, അതേ ഉണ്ടായത്. പിന്നെ അളിയന്മാർ കണ്ട സന്തോഷത്തിൽ കൈ കൊടുത്ത സ്ഥലമൊക്കെ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ ബല കാണില്ല. അപ്പോൾ ബല ആ തിരക്ക പോയിരുന്നു നിൽക്കണം. അങ്ങനെ പിന്നെ ഓരോരുത്തർക്ക് നടന്നാണ്ട് എത്തിയപ്പോഴേക്ക് ട്രെയിന് ഞങ്ങൾക്ക് കയറാനുള്ള ഭാഗം എത്തിക്കണം കേട്ടോ. ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ, കയറാൻ നിർത്തുമ്പോഴല്ലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ അളിയന്മാർ വർത്താനൊക്കെ കഴിഞ്ഞിട്ട് പായി കേട്ടോ കയറാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാട്ടാ. അങ്ങനെ എന്തായാലും വണ്ടി കയറിയിട്ടാണ്. ട്രെയിൻ പിന്നെ കുറച്ച് ടൈമല്ലേ നിൽക്കുള്ളൂ, കുറേ ടൈമൊന്നും നമ്മളെ കാത്തിക്കില്ലല്ലോ. അങ്ങനെ എന്തായാലും ചാടി പിടിച്ച് കയറി ട്രെയിനിലെത്തിയിട്ട്. പിന്നെ മിഥുന് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ട്രെയിനിൽ പോകാനും. ഞാനും സത്യം പറഞ്ഞാൽ ഈ ട്രെയിനിൽ കയറുന്ന കല്യാണം കഴിഞ്ഞതിന് ശേഷം തിരികെ വന്നിട്ടുണ്ട്. അത്രയും നല്ല ട്രെയിനിൽ പോയിട്ട് ട്രെയിനിലത്തെ ബാത്റൂം കണ്ടിട്ടുണ്ടായില്ല. ഞാനെന്നെ ബാത്റൂമിൽ നിന്ന് പോയോക്കട്ടെ വെറുതെ പോയി നോക്കിയിട്ടോ. പോയി നോക്കിയപ്പോൾ പോകേണ്ടിയില്ലാന്നായിട്ടാണ്. കാരണം ഈ ആൾക്കാർ തീരെ വൃത്തിയില്ലാതെ വെള്ളം ഒഴിച്ചാതൊക്കെ നീച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ കറപ്പാണ്. അപ്പം ഞാൻ കണ്ട പൊലിയിടാനും മുത്തുമോനും മിഥുനും ഓൾക്കൊക്കെ കാണിച്ചു കൊടുത്തു. മാത്രം കണ്ടാൽ പോരല്ലോ, ഓലും കാണണ്ടേ. എല്ലാവരും ഇങ്ങനെ പറഞ്ഞേക്കാം ട്രെയിനത്തെ ക്ലോസറ്റും തീരെ വൃത്തിയുണ്ടാവില്ല. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടൊന്ന് പോയി നോക്കിയാൽ പോകേണ്ടിയില്ലാന്നായിട്ടാണ്. വെള്ളം കുടിച്ചാലും തോന്നുന്നു ഉത്സാഹമായിട്ടാണ്. പിന്നെ മുത്തുമോനോട്ട് അവിടുന്ന് വെള്ളം മേയുന്നു. അപ്പോൾ ഒരു വെള്ളം തന്നപ്പോൾ പിന്നെ അങ്ങനെ കുടിച്ചു എന്നിട്ട്. കാരണം പെരയിൽ നിന്ന് ചാടി തുള്ളി മണ്ടി പോകുന്നതല്ല, വെള്ളം കുടിച്ചാലും നേരം കിട്ടിയിട്ടില്ല, ധൃതിയിൽ പോകുന്നിട്ടേ. പിന്നെ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പുറത്ത് കാഴ്ചകളൊക്കെ കണ്ട് നിന്നപ്പോൾ എന്തായാലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ എത്തിയപ്പോൾ പെരും ജാതി തിരക്ക്. അങ്ങനെ എന്തായാലും പിന്നെ ഞങ്ങളവിടെ ഇങ്ങനെ പോന്നിട്ടോ. പിന്നെ ഞങ്ങൾ നേരെ നടന്ന് പോകണം മുട്ടായി തെരുവിലേക്കാട്ടോ. പിന്നെ അവിടുന്ന് ഓട്ടോറിക്ഷയ്ക്കൊന്നും പോവുകയാണെങ്കിലും നമ്മൾ ടിക്കറ്റ് എടുക്കണം. അത് ഇതേമാതിരി കുറേ നേരം വരി നിന്നിട്ട് വേണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ നേരം കൊണ്ട് നമുക്ക് നടന്നിട്ട് മുട്ടായി തെരുവിലേക്ക് പോകാറുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ മിഥുനെ കൈ പിടിച്ചിട്ടാണ് പോകുന്നത്. ഇവനായിട്ട് എവിടേക്ക് പോകണം ഭയങ്കര പേടിയായിട്ട്. കാരണം നിൽക്കുന്ന ഇടയിൽ ഓനെ കാണാണ്ടാവും. പണ്ട് ചെറുപ്പത്തിൽ ഓനെ അതേമാതിരി കാണാനില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും കഥ പറഞ്ഞ് ഞങ്ങൾ മുട്ടായി തെരുവിലെത്തിയിട്ടാണ്. അപ്പോൾ അവിടുന്ന് അതേമാതിരി ഒരു സവനപ്പൊക്കെ വീട് പിടിച്ചിട്ടാണ്. അപ്പോൾ വന്ന ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ സവനപ്പാട്ട പിടിച്ചു. ഞാൻ പറഞ്ഞ സവനപ്പ് കുടിച്ചാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സവനപ്പൊട്ടില്ലൊക്കെ എന്നെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. ജ്യൂസിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ അവിടുന്ന് മുട്ടായി തെരുവിൽ നിന്ന് പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് ഞങ്ങൾ നേരെ പോകുന്നത് ലുലു മാൾക്കാട്ടോ. പിന്നെ അളിയനും ഒപ്പാട്ടോ. അവർ രണ്ടാളും ഒപ്പേക്കാരട്ടോ. മിഥുന് ഭയങ്കര ഇഷ്ടമാട്ടോ ലാലുവിനെ. മറ്റവർക്ക് ഇഷ്ടമാണ്, അങ്ങനെയല്ല മിഥുനും എപ്പോഴും ലാലുവിനെ ഒട്ടിക്കൊണ്ടേക്കാരട്ടോ. പിന്നെ എവിടേക്ക് പോകണേലും ലാലുവിനെ ഒട്ടിക്കൊണ്ടേക്കാരട്ടോ. നമ്മളൊന്നും ആവശ്യം ഉണ്ടായില്ല. ഓല് അളിയന്മാരെ ഒത്താൽ പിന്നെ ഇന്ന വേണ്ട കേട്ടോ. പിന്നെ അങ്ങനെ പറഞ്ഞ് എന്തായാലും ലുലു മാളിൽ എത്തിയേക്കണം കേട്ടോ. പിന്നെ മിഥുനെ കൈ വിട്ടിട്ടില്ല കേട്ടോ. കാരണം മിഥുനെ വിടാൻ പേടിയാണ്. ചെറുപ്പത്തിൽ ഇതേമാതിരി മമ്പുറത്ത് പോയപ്പോൾ ഓനെ കാണാനില്ലാതായത് കേട്ടോ. അന്ന് ബേജാറായത്. പിന്നെ ഓനെ എവിടേക്ക് പോകുമ്പോഴും പേടി കേട്ടോ. അന്ന് പിന്നെ ചെറിയ കുട്ടി ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. എന്തെങ്കിലും സാധനം കണ്ട് അതന്നെ വേണമെന്നുള്ളൊരു വാശിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫാമിലി ആയിട്ട് മമ്പുറത്തൊക്കെ പോയി നിട്ടാ. നിൽക്കുന്ന ഇടയിൽ നിന്ന് കുട്ടീനെ കാണാനില്ല കേട്ടോ. എല്ലാവരും ബേജാറായി എങ്ങനെ തിരഞ്ഞിട്ട് ഓനെ കാണാനില്ല. അപ്പോൾ ഓൻ എന്താ കാട്ടിയിരിക്കുന്നത് വെച്ചാൽ അവിടെ ഏതോ കടയിൽ എന്തോ കളിപ്പാട്ടം കണ്ടിട്ട് അത് വേഗം വിൽക്കണം, ആരും അറിയില്ലേ. ലാസ്റ്റ് അവിടെയുള്ള മൈക്കിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടും പിന്നെ അവിടെയുള്ള ഇങ്ങനെ ഈ പൈസയൊക്കെ ഇരിക്കില്ല. ആ താത്താരെ ഇറങ്ങുന്ന കുട്ടിയാണ് അവിടെ കടയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ചെന്ന് നോക്കിയപ്പോൾ ഒരു മുട്ടായി പാക്കറ്റ് നമ്മളെ മറ്റേതുണ്ടല്ലോ, ഒരു എന്താ
മധുരത്തിൻ്റെ ഉണ്ടമുട്ടായി അതിനെന്തോ പേര് പറയും. ആ ഒരു മുട്ടായൊക്കെ കൈക്ക് പിടിച്ചിരുന്ന് ഇങ്ങനെ മുട്ടായി തന്നിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം ഭയങ്കര പേടിയാട്ടോ. വലുതായിക്കണ പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര പേടിയാണ് ഒറ്റ എടുക്കലും പോകുമ്പോൾ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബാക്കി നാളെ കാണാം.